വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് മാർക്കറ്റ് ഫെയിലിയർ എന്താണെന്നാണ്. അപ്പൊ എന്താണ് മാർക്കറ്റ് ഫെയിലിയർ എന്നും എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഫെയിലിയർ വരുന്നത് എന്നുമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ദ സെയിം. അപ്പൊ ആദ്യമേ തന്നെ മാർക്കറ്റ് ഫെയിലിയർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റ് ഫെയിലിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ സിമ്പിൾ വേർഡ്സ് നമ്മൾ പറയുന്നത് ഫെയിലിയർ ഓഫ് ദ മാർക്കറ്റ് എന്ന് തന്നെയാണ്. അതായത് മാർക്കറ്റ് ഫെയിൽ ആകുന്നു, മാർക്കറ്റ് ഫെയിൽ ആകുന്നു, മാർക്കറ്റ് ഫെയിൽ. ഇനി എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ അത് എഫിഷ്യന്റ് രീതിയിൽ ആയിരിക്കില്ല നടക്കുന്നത്. അപ്പോൾ അത് എഫിഷ്യന്റ് രീതിയിൽ നടന്നാൽ അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദ മാർക്കറ്റ് എഫിഷ്യന്റ് രീതിയിൽ നടന്നാൽ അവിടെ മാർക്കറ്റ് ഫെയിലിയർ വരുന്നില്ല. പക്ഷെ അത് എപ്പോഴാണോ എഫിഷ്യന്റ് അല്ലാതെ വരുന്നത് അപ്പോൾ അവിടെ മാർക്കറ്റ് ഫെയിലിയർ വരാനുള്ള കംപ്ലീറ്റ് ചാൻസും ഉണ്ടാകുന്നു. ഇനി എപ്പോഴാണ് ഇത് എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നത്? നമുക്കറിയാം പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ മാർക്കറ്റ് ആണ്, ഒരു ഐഡിയൽ ഫോം ഓഫ് മാർക്കറ്റ്. ഈ മാർക്കറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ കാണിക്കുന്നത് ഒരു ഐഡിയൽ മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ്. ഫോർ എക്സാമ്പിൾ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, സിമെട്രിക് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് നോളേജ്, ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഐഡിയൽ ഫോം ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഐഡിയൽ ഫോം ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ തീർച്ചയായിട്ടും അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എഫിഷ്യന്റ് ആയിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ കാണാനായിട്ട് കഴിയില്ല. ഇൻ റിയാലിറ്റി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇൻ റിയാലിറ്റി നമുക്കുള്ളത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് റിയാലിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ വേരിയസ് ഫോംസിനെ നമുക്ക് റിയാലിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംപെർഫെക്ഷൻസ് ഒരുപാട് വരുന്നത് കൊണ്ട് മാർക്കറ്റിന് നേരെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എഫിഷ്യന്റ് ആയിട്ട് നടക്കില്ല. സോ മാർക്കറ്റ് ഫെയിൽസ്. അതേപോലെ തന്നെ നമുക്കറിയാം മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈസിങ് മെക്കാനിസത്തിലാണ്, അല്ലേ? പ്രൈസിങ് മെക്കാനിസം. നമ്മൾ മാർക്കറ്റിൽ പോയി എന്ത് സാധനം വാങ്ങിയാലും അവിടെ നമ്മൾ ഒരു പ്രൈസ് കൊടുക്കണം. പ്രൈസ് കൊടുക്കാതെ ഒരിക്കലും ആരും നമുക്കൊന്നും വെറുതെ തരില്ല. അതാണ് മാർക്കറ്റിന്റെ പ്രത്യേകത. ഇപ്പൊ പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ് അവര് ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്ന അവസ്ഥയിൽ ഏതൊരു കൺസ്യൂമർ പോയി ഈ സാധനം വാങ്ങുമ്പോഴും പ്രൈസ് കൊടുത്താൽ മാത്രമേ ഇത് കിട്ടൂ. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും ഒരവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ പ്രൈസിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്മോഡിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന പ്രൈസിന് ശരിക്കും ആ കമ്മോഡിറ്റിയിൽ യഥാർത്ഥ വർത്ത് വാല്യൂ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ എന്ത് സാധനവും മാർക്കറ്റിൽ പോയി വാങ്ങുന്നത് പ്രൈസ് കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു കമ്മോഡിറ്റിക്കും അല്ലെങ്കിൽ ഏതൊരു ഗുഡിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂ കൺസ്യൂമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങുന്നു, നിങ്ങളും മാർക്കറ്റിൽ പോയിട്ട് അതേ സാധനം വാങ്ങുന്നു. ചിലപ്പോ എനിക്ക് ആ കമ്മോഡിറ്റി തരുന്ന വാല്യൂ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ആ കമ്മോഡിറ്റി തരും. അപ്പോ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന പ്രൈസ്, ഈ പ്രൈസിന് നമുക്ക് കിട്ടുന്ന വാല്യൂ വർത്ത് എന്ന് പറയുന്നത് സംതിങ് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഈക്വലന്റ് ആണോ അല്ലയോ എന്നതാണ്. അപ്പൊ ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റൻസസ് മോസ്റ്റ്ലി അങ്ങനെ ആകില്ല, അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോ പ്രൈസ് മെക്കാനിസം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ മാർക്കറ്റിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതും മാർക്കറ്റ് ഫെയിലിയർ ആണ്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് ഫെയിൽ ആകാനായിട്ട് ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് റീസൺ ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് എക്സ്റ്റേണാലിറ്റി. അപ്പൊ എക്സ്റ്റേണാലിറ്റി നമുക്ക് പ്രൊഡക്ഷൻ സൈഡിൽ വരുന്നുണ്ട്, കൺസപ്ഷൻ സൈഡിൽ വരുന്നുണ്ട്. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കണം എന്താണ് എക്സ്റ്റേണാലിറ്റി എന്നുള്ളത്.
എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ഇക്കണോമിക് ഏജന്റിനെ എടുക്കാം. ഇക്കണോമിക് ഏജന്റ് 1 ആൻഡ് ഇക്കണോമിക് ഏജന്റ് 2. ഇപ്പോൾ ഇക്കണോമിക് ഏജന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ടേം ഒന്നുമല്ല, എയ്തർ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ, ഇവരെയാണ് ഇക്കണോമിക് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു ഇക്കണോമിക് ഏജന്റിനെ, ഏതെങ്കിലും രണ്ട് ഇക്കണോമിക് ഏജന്റ്സിനെ എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ഇക്കണോമിക് ഏജന്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. സോ ദിസ് പേഴ്സൺ ഇസ് ഡൂയിങ് സംതിങ്, അത് ഇദ്ദേഹത്തിനെ ബാധിക്കുന്നു, ഏജന്റ് നമ്പർ 2 ബാധിക്കുന്നു. അതായത് ഏജന്റ് നമ്പർ 1 is doing an action and the impact of the same is felt on agent number 2. ഇങ്ങനെ ഒരു അവസ്ഥ വരും. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഏജന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടറി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫാക്ടറി ഒരു ഫാക്ടറി ഓണർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ഫാക്ടറി എന്തൊക്കെ ചെയ്യാം? ഈ ഫാക്ടറി ക്യാൻ പ്രൊഡ്യൂസ് എ കമോഡിറ്റി ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പൊല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. പൊല്യൂഷൻ അവിടെ വരാം. ഇനി നമ്മൾ ഏജന്റ് 2 പറ്റി ചിന്തിക്കുക. ഹൂ വുഡ് ബി ഏജന്റ് നമ്പർ 2? ഏജന്റ് നമ്പർ 2 നമുക്ക് സൊസൈറ്റി ആയിട്ട് എടുക്കാം. സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് സെവറൽ പീപ്പിൾ അല്ലെ. അപ്പൊ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി ഈ ഫാക്ടറിയുടെ അടുത്തുള്ള സറൗണ്ടിങ് റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഫാക്ടറി ഇവിടെ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് കുഡ് ബി എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ ഓർ സം അതർ കൈൻഡ് ഓഫ് പൊല്യൂഷൻ. അപ്പോൾ ഈ ഫാക്ടറിയുടെ പരിസര ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും. ആൻഡ് വി നോ ദാറ്റ് വെൻ വി ടോക്ക് അബൌട്ട് പൊല്യൂഷൻ ഇറ്റ്സ് നെഗറ്റീവ് അല്ലെ. ഇപ്പൊ എയർ പൊല്യൂഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫാക്ടറി കുറെ ഫ്യൂംസ് എമിറ്റ് ചെയ്യുന്നു, എമിഷൻസ് അവിടെ നടക്കുന്നു. അപ്പൊ അത് കാരണം ചിലപ്പോ ഈ സറൗണ്ടിങ് റീജിയനിൽ താമസിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി ഇഫ് ദേ ആർ സഫറിങ് ഫ്രം ആസ്മ ആൻഡ് ഓൾ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവർക്ക് ഒരു കോസ്റ്റ് ആണ് വരുന്നത്. ഇറ്റ്സ് സംതിങ് നെഗറ്റീവ്. സൊസൈറ്റി ഈസ് ബെയറിങ് എ കോസ്റ്റ് വിച്ച് ഈസ് സംതിങ് നെഗറ്റീവ് അല്ലെ. ഇവർ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടിനെ നിങ്ങൾക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇഫ് അറ്റ് ഓൾ ഫാക്ടറി പറയുകയാണ്, ഓക്കെ നിങ്ങൾ ഈ ആൾക്കാരെല്ലാവർക്കും തന്നെ ഞങ്ങളുടെ ഫാക്ടറി കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. സോ വാട്ട് വി വിൽ ബി ഡൂയിങ് ഇസ് ദാറ്റ് നമ്മൾ കുറച്ച് പൈസ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളിത് പോയി കംപ്ലൈന്റ് ചെയ്യരുത്, ജസ്റ്റ് ബെയർ ദ കോസ്റ്റ് ആൻഡ് നമ്മൾ കുറച്ച് പൈസ തരാം. സോ ഒരു മോണിറ്ററി കോമ്പൻസേഷൻ വെച്ചിട്ട് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവാം. ഫാക്ടറി പോയി സൊസൈറ്റിയോട് പറയുകയാണ്. അപ്പോ സൊസൈറ്റി എന്തായിരിക്കും സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട്? ഇഫ് ദേ ആർ അക്സെപ്റ്റിംഗ് ദിസ് മണി, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവർ സൊസൈറ്റി അനുഭവിക്കുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് ഇഫക്ട്സിന്റെയും എക്സാക്ട് കോമ്പൻസേഷൻ ആയിരിക്കുമോ ഫാക്ടറി കൊടുക്കുന്ന മണി വാല്യൂ? ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കുറച്ചുകൂടെ ഡെപ്തിലോട്ട് പോവുകയാണ്. സോ ജസ്റ്റ് ടേക്ക് എ ഫാമിലി. ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ആസ്മ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഫ്യൂംസ്, അതായത് നമ്മുടെ ഫ്യൂംസും എമിഷൻസും ഒക്കെ കാരണം ഇയാൾക്ക്, എസ്പെഷ്യലി ഇയാൾ ഫാക്ടറിയുടെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഈ എമിഷൻസിന്റെ ബാഡ് ഇമ്പാക്ട് ഇയാൾക്ക് ഒരുപാട് ഇയാളെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ദിസ് പേഴ്സൺ ഇസ് സഫറിംഗ് ഫ്രം ആസ്മ അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഇൻഹേലിംഗ് ദ ഫ്യൂംസ്, അല്ലെങ്കിൽ ഒരു സ്മോക്ക് അല്ലെങ്കിൽ എമിഷൻസിന്റെ ഈ ഒരു പൊല്യൂട്ടൻ പാർട്ടിക്കിൾസ് അയാൾ ഇൻഹേൽ ചെയ്യുകയാണ്, അയാൾ ശ്വസിച്ച് അകത്ത് കയറ്റുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ആസ്മ ഇഷ്യൂ വേർസൺ ആവാനായിട്ടുള്ള എല്ലാ ചാൻസും അവിടെ വരുന്നുണ്ട്. സംടൈംസ് അയാൾ മരിച്ചു പോകാനുള്ള ചാൻസും അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയെ പറ്റി ചിന്തിക്കുക. അതായത് ഈ ഒരു എമിഷൻ കാരണം ഫാമിലിയിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയ ഒരു ഫാമിലി. അങ്ങനെ ഒരു ഫാമിലിക്ക് ഈ ഫാക്ടറി ഓണർ കൊടുക്കുന്ന മോണിറ്ററി കോമ്പൻസേഷൻ അവിടെ മരണപ്പെട്ടു പോയ ഒരാളിന്റെ ജീവന് പകരമാകുമോ? സോ ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. സോ ഇതേപോലെ പല അവസ്ഥയുണ്ട്. അപ്പൊ നമുക്കൊരു അസുഖം വരുന്നു, ഈ ഫാക്ടറി ഉണ്ടാകുന്ന പൊല്യൂഷൻ കാരണം നമുക്കൊരു അസുഖം വരുന്നു. ആ അസുഖം
നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മൾ അതിന്റെ പെയിൻ ഒക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ അതിന്റെ പെയിനിന് പകരമാകുമോ ഇവര് തരുന്ന, നമ്മൾ അനുഭവിച്ച ഈ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും ഒക്കെ ആകുമോ ഇവര് തരുന്ന ഈ മോണിറ്ററി കോമ്പൻസേഷൻ? ദിസ് ഇസ് വാട്ട് സംതിങ് ദാറ്റ് യു ഹാവ് ടു ആസ്ക്. ഒരിക്കലും അങ്ങനെ ആവത്തില്ല, അല്ലെ? സോ ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നു, അതിന്റെ ഇമ്പാക്ട് ഇസ് ഫെൽറ്റ് ഓൺ സം അതർ പാർട്ടി ഫോർ വിച്ച് യു cannot calculate a monetary value that would be completely capturing the effect of such kind of an action. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഒരു പൊല്യൂഷന്റെ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ്, ആൻഡ് വി കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഇപ്പൊ നമുക്ക് മോണിറ്ററി വാല്യൂ ക്യാപ്ചർ ചെയ്യാൻ കംപ്ലീറ്റ്ലി പറ്റുമായിരുന്നെങ്കിൽ അതൊരു എക്സ്റ്റേണാലിറ്റി ആവില്ലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് അങ്ങനെ പോകാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, വി ഡു ഹാവ് ഇമോഷൻസ്, വി ഡു ഹാവ് ഫീലിങ്സ് ആൻഡ് സോ ഓൺ. അപ്പൊ അതൊന്നും ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു കാശ് മോണിറ്ററി വാല്യൂവിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എക്സ്റ്റേണാലിറ്റി ആൻഡ് മാർക്കറ്റ് ഇസ് ഫെയിലിംഗ് ഹിയർ. വൈ മാർക്കറ്റ് ഇസ് ഫെയിലിംഗ്? കാരണം ഫാക്ടറിക്ക് ഒരിക്കലും സൊസൈറ്റി ഇൻകർ ചെയ്യുന്ന ആ കോസ്റ്റിന്, ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റിന് പകരം വെക്കാനായിട്ട് സാധിക്കില്ല. ഒരു മോണിറ്ററി വാല്യൂ വെച്ച് സാധിക്കില്ല, ഒരു ന്യൂമറിക്കൽ എമൗണ്ട് വെച്ച് സാധിക്കില്ല. സോ ആ നമ്മുടെ ഫാക്ടറിക്ക് ഒരിക്കലും ഇവർ സൊസൈറ്റി അനുഭവിക്കുന്ന കംപ്ലീറ്റ് പ്രോബ്ലംസിനെ ഒരു കാശിന്റെ രൂപത്തിൽ ഇവർക്ക് കൊടുത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദാറ്റ് ഈസ് സംതിങ് വേർ ദ മാർക്കറ്റ് ഫെയിൽസ്. സോ ഇറ്റ്സ് an example of market failure. Now, ഇപ്പൊ എക്സ്റ്റേണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയും വരുന്നുണ്ട്. സോ ജസ്റ്റ് ഞാൻ മാർക്കറ്റ് ഫെയിലിയർ എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ഇഫക്റ്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രം നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എടുത്തുന്നുള്ളൂ. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി വരുമ്പോഴും ഇത് തന്നെയാണ്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഡിഫറൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. സോ പബ്ലിക് ഗുഡിലേക്ക് വരാം. പബ്ലിക് ഗുഡ് എന്താണ്? പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഗുഡ് അല്ല, ഒരു കമോഡിറ്റി അല്ല. ബിക്കോസ് ഓഫ് ദ ഫീച്ചേഴ്സ് ദാറ്റ് പബ്ലിക് ഗുഡ് പോസസ്. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ ഡ്രൈവൽ. എന്താണ് നോൺ ഡ്രൈവൽ, എന്താണ് നോൺ എക്സ്ക്ലൂഡബിൾ? ജസ്റ്റ് ടേക്ക് 2 persons. ഒരു രാജ്യത്ത് ജീവിക്കുന്ന 2 ആൾക്കാരാണ് പേഴ്സൺ എയും പേഴ്സൺ ബിയും എന്ന് വിചാരിക്കുക. ഓക്കെ, പേഴ്സൺ എയും പേഴ്സൺ ബിയും. സോ ജസ്റ്റ് ടേക്ക് ദ കേസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ജീവിക്കുന്ന 2 ആൾക്കാരാണ് പേഴ്സൺ എയും പേഴ്സൺ ബിയും. നമുക്കറിയാം, ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു മിലിറ്ററി വിങ് ഉണ്ട്, ആൻഡ് എസ്പെഷ്യലി നമുക്കൊരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ എൻറ്റയർ ബോർഡറിന് കാവൽക്കാരായിട്ട് നിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ സോ ദീസ് പീപ്പിൾ ബിക്കം അലേർട്ട് ആൻഡ് ദേ വിൽ ഫൈറ്റ് ബാക്ക്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നില്ല. പക്ഷെ നമുക്ക് അറിയാം ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമ്മുടെ രാജ്യത്തുണ്ടെന്നും നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ അത് തീർച്ചയായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒക്കെ ഭാഗത്ത് ജീവിക്കുന്ന 2 പേരെ എടുക്കുകയാണ്, പേഴ്സൺ എയിനെയും പേഴ്സൺ ബിനെയും. സോ ജസ്റ്റ് ടേക്ക് സം പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് സംതിങ്. അവിടെ തന്നെ ജീവിക്കുന്ന 2 ആൾക്കാരെ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുക്കുകയാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഓഫ് കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട്, കേരള തന്നെ എടുക്കാം, നമ്മുടെ സ്റ്റേറ്റ് തന്നെ എടുക്കാം. അപ്പൊ കേരളയിൽ ജീവിക്കുന്ന 2 ആൾക്കാർ പേഴ്സൺ എയും പേഴ്സൺ ബിയും. അപ്പൊ ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരള എന്ന് പറയുമ്പോൾ. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയുടെ ബോർഡറിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, ഇന്ത്യയുടെ ബോർഡറിൽ നിൽക്കുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്ത്യക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ് ആയിട്ടും ഈ ആൾക്കും കിട്ടുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഉള്ളിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് എന്തായാലും ആ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് റെഡ്യൂസിങ് ദ പ്രൊട്ടക്ഷൻ ഗിവൺ ടു പേഴ്സൺ ബി. ഇപ്പൊ പ്രൊട്ടക്ഷൻ എക്ക് കിട്ടുന്നുണ്ട്, എയുടെ നൈബർ ആയിരിക്കും ചിലപ്പം ബി. എക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും ബിക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷന്റെ അളവിൽ കുറവ് വരുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ എയും ബിയും നൈബേഴ്സ് ആണെങ്കിൽ എക്ക് ബോർഡർ സെക്യൂരിറ്റി ഇന്ത്യക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, കിട്ടുന്നുണ്ട്. പക്ഷെ
അതിന്റെ അർത്ഥം ഒരിക്കലും എക്ക് ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നതുകൊണ്ട് ബിക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷന് കുറവ് വരുന്നു എന്നാണോ? അല്ല. അപ്പൊ രണ്ടുപേർക്കും ഈക്വലി അവർക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എ സിറ്റുവേഷൻ ഓഫ് നോൺ റൈവൽ സിറ്റുവേഷൻ. നോൺ റൈവൽ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷന്റെ ആവശ്യം വരുന്നില്ല. ഇവർ തമ്മിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോമ്പറ്റീഷന്റെ ആവശ്യം വരാത്തത് എന്തുകൊണ്ടാണ്? രണ്ടുപേർക്കും ഈക്വലി പ്രൊട്ടക്ഷൻ കിട്ടുന്നു. സോ സച്ച് കൈൻഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഇസ് കോൾഡ് പബ്ലിക് ഗുഡ് അല്ലെങ്കിൽ പബ്ലിക് സർവീസ്. നോൺ റൈവൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് മാത്രം മറ്റൊരാൾക്ക് അതിന്റെ അവൈലബിലിറ്റി കുറയുന്നില്ല. സോ ദാറ്റ് ഇസ് കോൾഡ് നോൺ റൈവൽ ഗുഡ് ഓർ സർവീസ്. ഇനി നമുക്ക് ഇതേ മിലിറ്ററി പ്രൊട്ടക്ഷന്റെ എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് നോൺ എക്സ്ക്ലൂഡബിൾ സെനാറിയോ എന്താണ് എന്ന് പറയാം. അപ്പൊ നോൺ എക്സ്ക്ലൂഡബിൾ സെനാറിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സോ അഗൈൻ പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി, രണ്ട് കേരളൈറ്റ്സ് ആണ് ഇവര് രണ്ടുപേരും. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അർഹതപ്പെട്ട കുറച്ച് ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് മറ്റു പല ടാക്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇവർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ പബ്ലിക് സ്പെൻഡിങ്ങിന്, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. സോ ദേ ഗോ ഫോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് നമുക്ക് പെൻഷൻ കിട്ടുന്നു, സബ്സിഡി കിട്ടുന്നു, അങ്ങനെ പല ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും. Now my question here is, നമ്മൾ മിലിറ്ററി പ്രൊട്ടക്ഷന്റെ കേസ് പറഞ്ഞു. മിലിറ്ററി പ്രൊട്ടക്ഷൻ, അപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ എന്താണ്, നമ്മൾ മാർക്കറ്റിൽ പോയ സാധനം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, നമ്മൾ MRP എന്ന് പറയും, നമ്മൾ ഷോപ്പ് കീപ്പറിന് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ റിട്ടേൺ ആയിട്ടാണ് നമുക്ക് ആ പ്രോഡക്റ്റ് നമുക്ക് തരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഈ മിലിറ്ററി പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് തരുന്നു. എന്റെ ക്വസ്റ്റ്യൻ, are we actually getting something direct in return? Actually ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് മിലിറ്ററി പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് തരുന്നു. സോ ആർ വി ആക്ച്വലി പേയിങ് സംതിങ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ് ഇൻ കോമ്പൻസേഷൻ ടു ദിസ്? ഗവൺമെന്റ് നമുക്ക് മിലിറ്ററി പ്രൊട്ടക്ഷൻ തരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നുണ്ടോ? നമ്മൾ മാർക്കറ്റിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങിക്കുന്നു, നമ്മൾ ഷോപ്പ് കീപ്പറിന് കാശ് കൊടുക്കുന്നു, അദ്ദേഹം നമുക്ക് ഐസ്ക്രീം തരുന്നു. അതാണ് ആ ട്രാൻസാക്ഷൻ, അല്ലേ? ഇവിടെ ഗവൺമെന്റ് നമുക്ക് മിലിറ്ററി പ്രൊട്ടക്ഷൻ തരുന്നു, നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്? നിങ്ങൾ പറയും നമ്മൾ ടാക്സ് കൊടുക്കുന്നു, പക്ഷെ ടാക്സ് ഇസ് നോട്ട് ഇൻ ദ നെയിം ഓഫ് മിലിറ്ററി പ്രൊട്ടക്ഷൻ. ഒരു മിലിറ്ററി പ്രൊട്ടക്ഷൻ ടാക്സ് എന്ന പേരിൽ നമ്മൾ ആരും ഒന്നും കൊടുക്കുന്നില്ല ഗവൺമെന്റ്. അപ്പൊ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ആരെയും ഒഴിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. ഗവൺമെന്റിന് പറയാൻ പറ്റില്ല, നിങ്ങൾ കാശ് തരാത്തോണ്ട് ഞാൻ നിങ്ങൾക്ക് മിലിറ്ററി പ്രൊട്ടക്ഷൻ തരത്തില്ല എന്ന് മിലിറ്ററിക്കും പറയാൻ കഴിയില്ല, ഗവൺമെന്റിനും പറയാനായിട്ട് സാധിക്കില്ല. ഇഫ് യു ആർ ആൻ ഇന്ത്യൻ, ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ദിസ് പ്രൊട്ടക്ഷൻ. അതാണ് അവസ്ഥ. സോ ദിസ് ഇസ് വാട്ട് ഇസ് ലീഡിങ് ടു അനദർ ഇഷ്യൂ കോൾഡ് ഫ്രീ റൈഡർ പ്രോബ്ലം. എന്താണ് ഫ്രീ റൈഡർ പ്രോബ്ലം? നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷേ നോ പേയ്മെന്റ്, നമ്മൾ പേ ചെയ്യുന്നില്ല. നമ്മൾ മിലിറ്ററി പ്രൊട്ടക്ഷന്റെ കംപ്ലീറ്റ് ആ ഒരു ഫെസിലിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ പേ ചെയ്യുന്നില്ല. സോ ദിസ് കോൺസെപ്റ്റ് ഇസ് കോൾഡ് ഫ്രീ റൈഡർ പ്രോബ്ലം. അപ്പൊ എന്താണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? നമ്മളൊരു ഗുഡ് ഉപയോഗിക്കുന്നു, പക്ഷെ അതിന്റെ പ്രൈസിങ് മെക്കാനിസം അവിടെ വർക്ക് ആവുന്നില്ല. സോ അഗൈൻ ഇറ്റ്സ് എ മാർക്കറ്റ് ഫെയിലിയർ. മാർക്കറ്റ് ഫെയിൽസ് ബിക്കോസ് പ്രൈസിങ് മെക്കാനിസം അവിടെ എഫിഷ്യന്റ് അല്ല. ഇനി അടുത്തതാണ് മോണോപ്പൊളി പവർ. എന്താണ് മോണോപ്പൊളി? മോണോപ്പൊളി ഇസ് എ മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് സിംഗിൾ സെൽ, അല്ലെ? സിംഗിൾ സെല്ലർ ഉള്ള ഒരു മാർക്കറ്റ് ടൈപ്പ് ആണ് മോണോപ്പൊളി. അപ്പോ മാർക്കറ്റ് പവർ മൊത്തം ഇദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. കംപ്ലീറ്റ് മാർക്കറ്റ് പവർ ഇസ് ബീൻ എൻജോയ്ഡ് ബൈ ദ മോണോപ്പൊളി സെല്ലർ. കാരണം അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല. ആ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രമേ ആ മാർക്കറ്റിലുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇദ്ദേഹത്തിന് ഒരു ചിന്താഗതി വരും, ഞാൻ എത്ര പ്രൈസിൽ ഈ പ്രൊഡക്റ്റ് വിറ്റാലും ആൾക്കാർ വാങ്ങുന്നു, കാരണം ഐ ആം ദ ഓൺലി വൺ സെല്ലർ ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എത്ര പ്രൈസ് വേണമെങ്കിലും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ഇദ്ദേഹം പ്രൈസ് കുറച്ചു കൊടുക്കും, ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് പ്രൈസ് കുറച്ചു കൊടുക്കും, സ്ട്രേഞ്ചേഴ്സിനൊക്കെ ഹൈ പ്രൈസ് കൊടുക്കും.
ഇതാണ് ഒരു ഡിസ്ക്രിമിനേറ്ററി കൈൻഡ് ഓഫ് മോണോപോളിസ്റ്റ്. അഗൈൻ ഇദ്ദേഹം പ്രൈസ് ഡിസ്ക്രിമിനേഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരേ പ്രൊഡക്റ്റ് തന്നെ പല വിലയ്ക്ക് പല ആൾക്കാർക്ക് കൊടുക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. ബിക്കോസ് ഇയാളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഇല്ല. സോ ഔട്ട്പുട്ട് ലോവർ ആയിരിക്കും, പ്രൈസ് ഹയർ ആയിരിക്കും, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോവാം. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഒരു പ്രൊഡക്റ്റിന്റെ യഥാർത്ഥ വാല്യൂവിന് കൊടുക്കുന്ന കാശ് ആയിരിക്കത്തില്ല പ്രൈസ് ഇൻ ദ കേസ് ഓഫ് എ മോണോപോളി സിറ്റുവേഷൻ. അവിടെ മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി വരാം. അപ്പൊ അതും മാർക്കറ്റ് ഫെയിലിയറിലേക്ക് കൊണ്ടുപോവാം. മാർക്കറ്റ് ഫെയിലിയർ. അടുത്തത് ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ. ഇതിന് നമ്മൾ വേറൊരു പേരിൽ വിളിക്കും അസിമെട്രിക് ഇൻഫോർമേഷൻ. അസിമെട്രിക് ഇൻഫോർമേഷൻ അതായത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എടുക്കുന്നു, അപ്പോൾ അവിടെ ഒരു ബയർ ഉണ്ടായിരിക്കാം, അവിടെ ഒരു സെല്ലർ ഉണ്ടാവും. സോ ഈ രണ്ട് ആൾക്കാരെ വെച്ചിട്ടാണ് നമുക്ക് ട്രാൻസാക്ഷൻ പോസിബിൾ ആവുന്നത്. ബയർ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് വേണ്ട കാര്യം സെല്ലറിന്റെ അടുത്ത് പോയിട്ട് വാങ്ങും. ആൻഡ് സെല്ലർ എന്ത് ചെയ്യും, സെല്ലർ ഈ കാര്യം വിൽക്കും, ബയറിന് വിൽക്കും. ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ വാങ്ങാനായിട്ട് പോകുന്നു. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ നമ്മൾ വാങ്ങാനായിട്ട് ആരുടെ അടുത്താണ് പോകുന്നത്? ഇത്രയും നാൾ ആ വെഹിക്കിൾ ഉപയോഗിച്ചിരുന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ടാണ് ഈ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ വാങ്ങുന്നത്. അപ്പോ അദ്ദേഹമാണ് ഇവിടെ സെല്ലർ ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ആണ് നമ്മുടെ ഇവിടുത്തെ കമ്മോഡിറ്റി. ഇയാൾ ഇവിടെ സെല്ലർ ആക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഈ വെഹിക്കിളിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഈ സെല്ലർ എന്ന് പറയും. ചിലപ്പോൾ ഈ വെഹിക്കിൾ ആക്സിഡന്റിലൊക്കെ പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ടായിട്ടിരിക്കാം. അതൊക്കെ ഈ സെല്ലറിന് വ്യക്തമായിട്ട് അറിയും. ചിലപ്പോൾ ഈ സെല്ലർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ സെല്ലറിന് ഈ ഗുഡ് എങ്ങനെയെങ്കിലും, ഈ വെഹിക്കിൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന സെല്ലർ ആണെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും, ഇതിന്റെ ഫിസിക്കൽ ബോഡിയിൽ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് അതിന്റെ എക്സ്റ്റേണൽ ഇഞ്ചുറി ഒക്കെ മാറ്റി, എസ്പെഷ്യലി പുറമേ നമ്മൾ കാണുമ്പോൾ അതിനൊരു കുഴപ്പമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എക്സ്റ്റേണൽ ഫിസിക്കൽ ഡാമേജ് ഒക്കെ തന്നെ അങ്ങ് മാറ്റും. അപ്പൊ നല്ല അടിപൊളി വണ്ടിയായിട്ട് അതങ്ങനെ നിൽക്കും. ഇപ്പൊ നമ്മൾ ബയർ പോയിട്ട് ഈ വണ്ടി നോക്കുമ്പോൾ ഓക്കെ, ഫിസിക്കലി എക്സ്റ്റേണലി ഇറ്റ്സ് എ ഗുഡ് വെഹിക്കിൾ, അപ്പോൾ അത് വാങ്ങാം എന്ന് വിചാരിക്കും. അപ്പൊ സെല്ലറിന്റെ അടുത്ത് ചോദിക്കും, എന്താണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ, എങ്ങനെയാണ്, അതാണ് ഇതാണ്. അപ്പൊ സെല്ലർ പറയും, ദിസ് ഇസ് എ ബെസ്റ്റ് വെഹിക്കിൾ, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന, ഈ വിലക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ലക്കാണ്. ഈ ലക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ വിലക്ക് ഈ ബെസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. ആൻഡ് എസ്പെഷ്യലി ഇഫ് യു ആർ നോട്ട് എ മെക്കാനിക്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇന്റേണൽ കപ്പാസിറ്റി, ഇന്റേണൽ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് എൻജിൻ എത്രമാത്രം എഫിഷ്യന്റ് ആണ്, ഇതൊന്നും നമുക്ക്, നിങ്ങളൊരു മെക്കാനിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ യൂഷ്വലി എന്ത് ചെയ്യും, ഇദ്ദേഹം പറയുന്ന വാക്ക് അതേപടി വിശ്വസിക്കില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, ഓരോരുത്തരും അവരവരുടെ പ്രോഫിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയാം. പക്ഷെ എന്നാണ് നിങ്ങൾ കുറച്ച് ബാർഗെയിൻ ചെയ്ത് ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ എത്തും. അപ്പോഴും സെല്ലർ ആ കമ്മോഡിറ്റി വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടാതെ അദ്ദേഹം ഒരിക്കലും ആ കമ്മോഡിറ്റി വിൽക്കില്ല, ആ ഒരു വെഹിക്കിൾ വിൽക്കില്ല. സോ ദിസ് പേഴ്സൺ എന്തായിരിക്കും ചെയ്യുന്നത്, ഇയാൾ ഹൈഡ് ചെയ്യാണ് കുറെ ഇൻഫോർമേഷൻ. he hides certain information. അപ്പൊ നിങ്ങൾക്ക് ആ ഇൻഫോർമേഷൻ ഇല്ല, നിങ്ങൾക്ക് ഈ വെഹിക്കിളിനെ പറ്റിയിട്ട് ഇൻഫോർമേഷൻ ഇല്ല, പക്ഷെ ഇദ്ദേഹത്തിന് ഇൻഫോർമേഷൻ ഉണ്ട്, പക്ഷെ അത് നിങ്ങളടുത്ത് പറയുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, രണ്ടുപേർക്കും അൺഈക്വൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. ബയറിന് ഇല്ലാത്ത കുറെ ഇൻഫോർമേഷൻ സെല്ലറിനുണ്ട്, സെല്ലറിനുള്ള കുറെ ഇൻഫോർമേഷൻ ബയറിന് ഇല്ല. അതാണ് ഒരു അവസ്ഥ. സോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആർക്കാണോ കൂടുതൽ ഇൻഫോർമേഷൻ ഈ കമ്മോഡിറ്റിനെ പറ്റിയിട്ടുള്ളത്, അദ്ദേഹത്തിനായിരിക്കും പ്രോഫിറ്റ്. സോ സെല്ലർ വിൽ ബി ഏർണിംഗ് എ പ്രോഫിറ്റ് ആൻഡ് ബയർ മൈറ്റ് ബി എൻറ്ററിംഗ് ഇൻ എ ലോസ്. ഹി വിൽ ബി എൻഡിങ് അപ്പ് ഇൻ എ ലോസ്. എങ്ങനെയാണ് ബയറിന് പിന്നീട് ഇത് മനസ്സിലാകുന്നത്? അദ്ദേഹം ഈ വെഹിക്കിൾ വാങ്ങുന്നു, പിന്നെ അദ്ദേഹം ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ പതുക്കെ ഉപയോഗിച്ച് വരുമ്പോഴേക്കും ഇദ്ദേഹത്തിന് മനസ്സിലാവും, ഓക്കെ, ദ സെല്ലർ വാസ് ചീറ്റിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞു പോയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയും നമുക്ക് മാർക്കറ്റ് ഫെയിലിയറിലേക്ക് എടുക്കാം. കാര്യം
ഇവിടെ ഈ ബയർ സെല്ലറിന് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന പ്രൈസ് ഉണ്ടല്ലോ, അത് ആ കമ്മോഡിറ്റിയുടെ യഥാർത്ഥ വർത്തിന്, യഥാർത്ഥ വാല്യൂവിന് പറ്റിയ പ്രൈസ് ആയിരിക്കില്ല. ബയർ കൊടുക്കുന്ന സംതിങ് ഹയർ ആയിരിക്കും. എന്നാലല്ലേ സെല്ലറിന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ, ബയർ ലോസിൽ എൻഡപ്പ് ചെയ്യത്തുള്ളൂ. സോ ദിസ് ഇസ് വാട്ട് ഇസ് അഗൈൻ അനദർ റീസൺ ഫോർ മാർക്കറ്റ് ഫെയിലിയർ. അനദർ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സംതിങ് സിമിലർ ടു എ മൊനോപ്പൊലി മാർക്കറ്റ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ. മാർക്കറ്റ് കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ലാർജ് ഫേംസ് കാണും. ചിലപ്പോൾ നമ്മൾ ഡിയോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഡിയോപ്പൊളി എന്ന് പറയുമ്പോൾ ടു ബിഗ് സെല്ലേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒളിഗോപ്പൊളി, സം ലാർജ് സെല്ലേഴ്സ്, വെരി ഫ്യൂ ലാർജ് സെല്ലേഴ്സ്, അതായിരിക്കാം വെരി ഫ്യൂ സെല്ലേഴ്സ്, അതാണ് ഒളിഗോപ്പൊളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ കുറച്ച് സെല്ലേഴ്സ് അവര് ലാർജ് ഇനഫ് ആണ്, മാർക്കറ്റിനെ എൻറ്റയർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ലാർജ് ഇനഫ് ആണെങ്കിൽ എന്ത് പറ്റും, ഇവർ തന്നെ മാർക്കറ്റിനെ അങ്ങ് ഡോമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ മോണോപ്പൊളി സിറ്റുവേഷന് സിമിലർ ആയിട്ടുള്ള ഒരു അവസ്ഥ വരും. അവിടെ ഹൈ പ്രൈസ് ആയിരിക്കും, റെഡ്യൂസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇത് കാരണം ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. ഇൻഎഫിഷ്യൻസി ഉണ്ടായാൽ എന്ത് സംഭവിക്കും, നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ മോണോപ്പൊളി കണ്ട അതേ സിറ്റുവേഷൻ ഇവിടെയും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനുള്ള മാർഗം? ദ ഓൺലി വേ ഔട്ട് ഇസ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഗവൺമെന്റ് ഈ മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്ത് ഗവൺമെന്റ് ഈ മാർക്കറ്റ് ഫെയിലിയറിനെ കറക്റ്റ് ചെയ്യണം, ഈ ഇൻഎഫിഷ്യൻസീസിനെ കറക്റ്റ് ചെയ്യണം. അതെങ്ങനെ സാധിക്കും? ഗവൺമെന്റിന് റെഗുലേഷൻസ് കൊണ്ടുവരാം, ഗവൺമെന്റ് ടാക്സ് കൊണ്ടുവരാം, ഗവൺമെന്റ് സബ്സിഡി കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ലൈക് പൊല്യൂഷൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഒരു ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയെ ടാക്സ് ചെയ്യാം. എന്നിട്ട് പറയാം, നിങ്ങൾ ഇത്ര പൊല്യൂഷനിൽ നിന്നും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ആസ് ദിസ് മച്ച് ഓഫ് മണി പെർ യൂണിറ്റ് ഓഫ് പൊല്യൂഷന്, നിങ്ങൾ ഇത്ര കാശ് നമുക്ക് ടാക്സ് ആയിട്ട് തരണം എന്ന് ഗവൺമെന്റ് പറയാം. ആൻഡ് ഓൾസോ ഗവൺമെന്റ് ക്യാൻ റെഗുലേറ്റ് ദ ഇക്കോണമി. പ്രോപ്പർ മോണിറ്ററിംഗ് വെച്ചിട്ട്, അഗൈൻ മോണോപ്പൊളി ഒരു പരിധി വരെ മാത്രമേ ആൾക്കാരെ, ഒരു പരിധി കൂടുതൽ മോണോപ്പൊളി ആൾക്കാർ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ മോണോപ്പൊളി ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരാം. അഗൈൻ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയും വരാനായിട്ട് ചാൻസ് ഉണ്ട്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, അത് മറ്റേ ആളിനെ ബാധിക്കുന്നു, പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഒരു മോണിറ്ററി വാല്യൂ വെക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്കറിയാം പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എപ്പോ വന്നാലും അത് ഇക്കണോമിക് വെൽഫെയറിന് കൂട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് വേണമെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ സബ്സിഡൈസ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഡിഫറൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വെച്ചിട്ട്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റ് ഫെയിലിയറിനെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാം. ഒരിക്കലും കംപ്ലീറ്റ് എലിമിനേഷൻ പോസിബിൾ അല്ല, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ആൻ ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ. അതുകൊണ്ട് കംപ്ലീറ്റ് എലിമിനേഷൻ സാധിക്കില്ല, ബട്ട് നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് മാർക്കറ്റ് ഫെയിലിയർ. നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ലൈവ് as well as recorded classes is available. Then free MCQ based weekly ടെസ്റ്റും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. Then another thing to tell you, നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഡിസ്കഷൻസ് ഒക്കെ പോസിബിൾ ആണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആൻഡ് നൗ one more thing, so this is a request, you can like our channel, share our channel and subscribe our channel. So that's it. Thank you for watching.